വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. സിമ്പിളായിട്ട് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ ആ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്കൊരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സബോള ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ ഒരു പകുതി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ ഒരു 6 പച്ചമുളക് നമ്മളുടെ എരിവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത്യാവശ്യം എരിവ് ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എരിവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 7 മീഡിയം സൈസിലുള്ളൊരു വെളുത്തുള്ളിയും കൂടിയും നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തത്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം, കറക്റ്റ് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇതെടുക്കാൻ. ഇതിപ്പോൾ അധികം ലൂസും അല്ല, എന്നാൽ അത്യാവശ്യം തിക്കും ഉണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു മൂടിങ്ങായിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയാൽ മതി. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും വെക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ കുറച്ച് ഈ രീതിയിൽ കുറച്ച് കോരിയും കഴിഞ്ഞിട്ട് ഈ രീതിയിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന സ്നാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇത് ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.